ഓണാഘോഷത്തിന് മുന്നോടിയായി തൃശ്ശൂരിൽ പൂവിപണി സജീവമാണ്. 80 മുതൽ 380 വരെ കിലോയ്ക്ക് വിലയുള്ള പൂക്കളാണ് വിപണിയിലെത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലടക്കം കാലാവസ്ഥ അനുകൂലമായതിനാൽ പൂവിന് മികച്ച വിളവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കുറി ധാരാളം പൂക്കൾ കേരളത്തിലേക്ക് എത്തുമെന്നും വ്യാപാരികൾ പറയുന്നു. അത്തം പിറന്നിരിക്കുകയാണ്. ഈ അത്തം പിറക്കുമ്പോൾ തന്നെ തൃശ്ശൂരിൽ ആ ഓണത്തിൻ്റെ വൈബെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരനിറയ്ക്ക് സമീപമാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പൂവിപണി ഇങ്ങനെ സജീവമായി വരികയാണ്. ഇങ്ങനെ കളർഫുള്ളായിട്ട് ഓണത്തെ വരവേൽക്കുന്ന ഒരു നാട് തൃശ്ശൂർ പൂരവും അതേപോലെ തന്നെ പുലികളിനെയൊക്കെ എപ്രകാരമാണോ വരവേറ്റത് അതേപോലെ തന്നെ അതിൻ്റെ പകിട്ടോടുകൂടി തന്നെ ഓണത്തെ വരവേൽക്കുകയാണ്. അപ്പോൾ ഓണത്തിൽ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നത് പൂക്കളോടുകൂടിയാണ്. അത്തം 10 ഓണം എന്നാണ് പറയുന്നത്. അങ്ങനെ അത്തം പിറന്നു കഴിഞ്ഞാൽ പിന്നെ 10 ദിവസവും പൂവൊക്കെ ഇട്ട് അതേപോലെ തന്നെ ഓണത്തപ്പനെയൊക്കെ വെച്ച് അങ്ങനെ വലിയ രീതിയിൽ ഓണത്തെ വരവേൽക്കുന്ന ഒരു രീതിയാണുള്ളത്. ആ രീതിക്കൊരു മാറ്റവുമില്ലാതെ തന്നെ ഇക്കുറിയും തൃശ്ശൂർകാർ ആ ഓണത്തെ അതിൻ്റെ പകിട്ടോടുകൂടി അതിൻ്റെ തനിമയോടുകൂടി അതിൻ്റെ ആചാര തനിമയോടുകൂടിയൊക്കെ അവർ സ്വീകരിക്കുകയാണ്. എന്തായാലും അങ്ങനെ പൂവിപണി വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആ ഒരു മൈതാനത്ത് സജീവമായി വരികയാണ്. പഴയ പോലൊക്കെ തന്നെ മുൻപൊക്കെ ഉള്ളായിരുന്ന പോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇത്തവണയും പൂവെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ ഓണത്തോടനുബന്ധിച്ച് പൂവിപണിയിൽ വലിയ ഒരു മാന്ദ്യം നേരിട്ടിരുന്നു. കാരണം വലിയൊരു പ്രളയമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. എന്തായാലും ഇക്കുറി ആ ഒരു സാഹചര്യമൊന്നുമില്ല. പൂവിപണി സജീവമാണ്, ആവശ്യത്തിന് പൂക്കളൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കച്ചവടക്കാർ പറയുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ, പൂവൊക്കെ ഇത്തവണ ആവശ്യത്തിനുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം ധാരാളം പൂവുണ്ട്, ആവശ്യത്തിനുണ്ട് പൂ. എങ്ങനെയാ വിലയിലൊക്കെ എങ്ങനെയാണ് മാറ്റമൊക്കെ ഉണ്ടോ? സാധാരണക്കാർക്കൊക്കെ മീഡിയം വില തന്നെയുള്ളൂ, എങ്ങനെയാ വിലയൊക്കെ ഒന്ന് പറയുമോ? എങ്ങനെയൊക്കെയാണ് അല്ല? ഇതൊരു 350, റോസ് 350, വെള്ളജമന്തി 350, പിന്നെ 100-80 രൂപ. അങ്ങനെ എല്ലാവർക്കും കളർഫുൾ എന്താണ്, എല്ലാവർക്കും വലിയ രീതിയിൽ തന്നെ പൂക്കളം ഇട്ട് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിലയാണ് തോന്നുന്നത്. വില കുറവുള്ളൂ, ആവശ്യത്തിന് പൂ വരും അല്ലേ? ഇഷ്ടം പോലെ പൂവുണ്ട്, ധാരാളം ഉണ്ട്. ഇന്ന് പൂവിന് അല്പം വില കൂടുതലാണ് എന്ന് കേട്ടു. കാരണം വരും ദിവസങ്ങളിൽ അത് കുറയുമോ? കുറയും, വില കുറയും. അപ്പം വലിയ രീതിയിൽ ആളുകൾ എത്തുമെന്നുള്ള പ്രതീക്ഷ. അതെ. ഈ പൂവിലെ ഏറ്റവും വില ഉള്ള ഇനം ഏതാണ്? ഈ വെള്ളജമന്തി ഇതന്നെ. അത് എന്ത് വില വരുന്നുണ്ട്? ഇതിന് 350 കിലോന്, 80 തൊട്ട് 380 വരെയുള്ള പൂക്കളുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 80 രൂപ മുതൽ അതേപോലെ തന്നെ 380 രൂപ വിലയുള്ള പൂക്കളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വലിയ രീതിയിൽ പൂ എത്തുന്നു. ഇന്ന് അല്പം പൂവിന് വില കൂടുതലുണ്ടായിരുന്നു. അത് വരും ദിവസങ്ങളിൽ ആ ഒരു വ്യത്യാസം വന്നു തുടങ്ങും, വിലയിൽ കുറവുണ്ടാകുമെന്നൊക്കെ ആണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് ഈ പൂ വാങ്ങാൻ വന്നവരെ കൂടെ നമുക്ക് ഒന്ന് എങ്ങനെയാണ് ചേട്ടാ ഈ ഓണത്തിന് എങ്ങനെയാണ് ഓണം പൂക്കളം ഇട്ട് തന്നെ സ്വീകരിക്കുന്നത്? ഞങ്ങളിതിപ്പോൾ വന്നിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്യണുള്ളൂ ഞങ്ങളിന്ന്. ഇപ്പോൾ അത്തത്തിനുള്ള പൂ വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പൂവിന് വില കൂടുതലായിരുന്നു. ഇത്തവണ അത്ര കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. ഒരു 3 വർഷത്തിന് ശേഷമുള്ള ഓണമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആഘോഷിക്കാൻ പോണത്. വിലയും കാര്യങ്ങളും അറിയില്ല, ഇപ്പോൾ ചോദിച്ചിട്ട് എന്തായാലും വാങ്ങിയിട്ടേ പോകും. അതെ, 10 ദിവസം ആകും. ഓണം നന്നായിട്ട് ആഘോഷിക്കണം എന്തായാലും. എന്തായാലും പൂവിന് അദ്ദേഹം മുൻപ് ഇവിടെ ഇല്ലായിരുന്നു. എന്തായാലും 3 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം വലിയ രീതിയിൽ ഓണം ആഘോഷിക്കാൻ പോകുന്നു. പൂക്കളം ഇട്ട് തന്നെ ആഘോഷിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മറുവശത്ത് ഓണത്തപ്പനുണ്ട്. ഇങ്ങനെ തൃശ്ശൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കുടക്കീഴിലെല്ലാം ഒരേപോലെ വാങ്ങിക്കൊണ്ട് പോകാമെന്നുള്ളതും ഈ ഒരു സവിശേഷതയാണ്, ഇവിടുത്തെ മാത്രം ഒരു സവിശേഷതയാണ്. എന്തായാലും ഓണത്തെ വലിയ രീതിയിൽ വലിയ ആഘോഷത്തോടു കൂടി വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തൃശ്ശൂർ. ഈ ഓണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ തൃശ്ശൂരിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുലികളിയുണ്ട്. അങ്ങനെ പുലികളിക്കൊപ്പം ഓണത്തിനൊപ്പം ഓണാഘോഷത്തിനൊപ്പം ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്ന ഒരു ദേശമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ പൂവിപണി സജീവമാകുന്നു. വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ആ ഒരു പൂവിപണിയിൽ വലിയ രീതിയിൽ ആളുകൾ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കച്ചവടക്കാരും പ്രകടിപ്പിക്കുന്നത്. മനുകൃഷിക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ. അതെ, ഓണം എന്ന് പറയുമ്പോൾ വിവിധ ഇനം പൂക്കളാൽ സമ്പന്നമാണ് അല്ലേ? എല്ലാ വീടുകളിലും ഒരു ദിവസമെങ്കിലും പൂക്കളം ഇടുന്ന ഒരു പതിവ് മലയാളികൾക്കുണ്ട്. അത് മലയാളികൾ എവിടെയായാലും, അത് കേരളത്തിൽ വേണമെന്നില്ല, അത് പ്രവാസികളാകാം, മറ്റ് സംസ്ഥാനങ്ങളിലാകാം, അവരൊക്കെ ആഘോഷിക്കുന്നത് ജാതിമത വർണ്ണങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നതാണ് ഓണം. അപ്പോൾ ഓണത്തിൽ ഈ പൂക്കളവും വളരെ പ്രധാനപ്പെട്ട ഇനം തന്നെയാണ് അല്ലേ?